നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 3-ാം ദിനമായ ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. പുറപ്പാട് 3-ന്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങൾ. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മയായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്തെ ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജാലയിൽ നിന്നും അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്നും അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ഇങ്ങോട്ടെ അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നു അവൻ അരുളിച്ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനന്യർ, ഹിത്യർ, അമോര്യർ, പെരസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രയീമ്യർ അവരെ തിരഞ്ഞെടുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിക്കേണ്ടതിനെ ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. അടിമത്തത്തിന്റെ നുകങ്ങൾ ഇസ്രായേൽ ജനതയുടെ ജീവിതം കൈപ്പാക്കിയപ്പോൾ ഇരുളടഞ്ഞ അവരുടെ ഭാവിക്ക് നടുവിൽ ദൈവം കൊളുത്തിയ പ്രതീക്ഷയുടെ തിരുനാളമായിരുന്നു മോശ. എന്നാൽ മോശയുടെ ജനനം മുതൽ ദൈവീയ ദൗത്യം ഏറ്റെടുക്കുന്നത് വരെയുള്ള നാളുകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളുടെയും സംഭവങ്ങളുടെയുമാണ് ദൈവം മോശയെ ദൗത്യത്തിനായി രൂപപ്പെടുത്തിയത്. കത്തുന്ന മുൾപടർപ്പ് മോശയ്ക്ക് നൽകുന്ന 2 തിരിച്ചറിവുകളെ നമുക്ക് നോക്കാം. 1. ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ്. നദിയിൽ മാതാവിനാൽ അവൻ ഒഴുക്കപ്പെട്ടതു മുതൽ ഫറവോന്റെ പുത്രിയുടെ കൈയാൽ സംരക്ഷിക്കപ്പെടുന്നതുവരെ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി മോശയുടെ ജീവിതം. നദിയിൽ ഒഴുക്കപ്പെട്ട മോശ ജീവിക്കുവാൻ അവകാശം നിഷേധിക്കപ്പെട്ട് ചൂഷണം ചെയ്യപ്പെടുന്നവരുടെയും ദുർബലരുടെയും ഒരു പ്രതിനിധിയാണ്. നമുക്കറിയാം, സ്വന്തം മാതാവിൽ നിന്നും വളർത്തമ്മ എന്ന തരത്തിലാണ് മോശയ്ക്ക് പരിചരണം ലഭിക്കുന്നത്. മോശയുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ തുടക്കം ആയിരുന്നു അത്. വ്യത്യസ്തമായ ജീവിതഘട്ടങ്ങളിൽപ്പെടുന്ന മോശയ്ക്ക് കത്തുന്ന മുൾപടർപ്പിലൂടെ ദൈവം നൽകുന്ന ദർശനം ലക്ഷ്യമൊന്നുമില്ലാത്ത ജീവിതത്തിൽ നിന്നും വ്യക്തവും ദൃഢവുമായ ലക്ഷ്യബോധമുള്ള ജീവിതത്തിലേക്കുള്ള കാൽവെപ്പായിരുന്നു. ദൈവത്തിന് തന്റെ ജീവിതത്തെക്കുറിച്ച് പരമമായ ലക്ഷ്യബോധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് മുൾപടർപ്പിലെ ദർശനം അവനിൽ സൃഷ്ടിച്ചു. നോമ്പ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് ദൈവം നിലനിർത്തുന്ന സ്വപ്നത്തെ വായിച്ചെടുക്കുന്ന അനുഭവമുള്ളവരായി തീരണം. 2. ദൈവീയ വിശുദ്ധിയെക്കുറിച്ചുള്ള തിരിച്ചറിവ്. മുൾപടർപ്പ് വെന്തുപോകാത്ത കാഴ്ച എന്തെന്ന് നോക്കാൻ ഒരുങ്ങുന്ന മോശയോട് ദൈവം പറയുന്ന വാക്കുകൾ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക എന്നാണ്. ഹൃദയത്തിൽ ദൈവീക വിശുദ്ധിയുടെ ബോധ്യം ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ തന്റെ ചുറ്റുപാടുകളെ ദൈവകൃപയിൽ വിശുദ്ധീകരിക്കാൻ സാധിക്കൂ. യെശയ്യാവിനെ ശുദ്ധീകരിക്കുന്ന ദൈവം മോശയോടും വിശുദ്ധീകരണത്തിനുള്ള ആഹ്വാനം നൽകുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മുടെ വിശുദ്ധീകരണം ഉറപ്പാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ ഫലകരമായി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. കത്തുന്ന മുൾപടർപ്പിനപ്പുറം മോശ ദൈവഹിതത്തിന്റെ ശുശ്രൂഷക്കാരനായി മാറി. ഈ നോമ്പുകാലം ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷക്കാരായി നമുക്കും തീരാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മോശയെപ്പോലെ അങ്ങയുടെ ഹിതം തിരിച്ചറിഞ്ഞ് ലക്ഷ്യബോധത്തോടും ജീവിത വിശുദ്ധിയോടും ജീവിച്ച് അവിടുത്തെ ഫലകരമായ ജീവിതമായി തീരുവാൻ അടിയങ്ങളെയും സഹായിക്കണമേ. ആമീൻ.